ദിവസങ്ങളല്ല മാസങ്ങളല്ല വർഷങ്ങളുടെ റൂമേഴ്സിന് റിപ്ലൈ ആയിരുന്നു ഇത്തവണത്തെ WWDC. തീരെ ഡിസപ്പോയിന്റ് ചെയ്യായിരുന്ന ഒരു ഇവന്റ് ആയിരുന്നു ഇത്തവണത്തേത്. മേ ബി നമ്മൾ കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാഞ്ഞുകൊണ്ടായിരിക്കാം. ഈ ഒരു ഡേ ഹിസ്റ്ററി ആയിരിക്കും എന്ന് പറഞ്ഞാണ് ടിം കുക്ക് അണ്ണൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തത്. പറഞ്ഞ പോലെ തന്നെ ഒരു ഹിസ്റ്റോറിക് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവന്റിൽ. ആപ്പിളിന്റെ പുതിയ മിക്സഡ് റിയാലിറ്റി പ്രോഡക്റ്റ് ആയ വിഷൻ പ്രോ ഹെഡ്സെറ്റ് ആപ്പിൾ അനൗൺസ് ചെയ്യുണ്ടായി. ഇതിനെപ്പറ്റി ആദ്യം പറയാനുള്ളത് ഇതിന്റെ ഡിസൈൻ ആണ്. ഇത്രയും എർഗണോമിക്കും അതുപോലെ തന്നെ എലഗന്റ് ആയ ഡിസൈനും കൊണ്ടുവന്ന ആപ്പിളിന് ഒരു വലിയ ഷൗട്ട് ഔട്ട്. അപ്പോൾ ആപ്പിളിന്റെ ഹാർഡ്വെയർ ഡിസൈനിങ്ങിന്റെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം നല്ല അടിപൊളിയായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഷൗട്ട് ഔട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും ചുമ്മാ ഇരിക്കട്ടെ. ഈ ഡിവൈസ് മിക്സഡ് റിയാലിറ്റി ഉപയോഗിച്ചാണ് വർക്ക് ആകുന്നത്. അതായത് ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയുടെയും ഒരു കോമ്പിനേഷൻ ആണ്. നമ്മൾ നോക്കുമ്പോൾ റിയൽ വേൾഡിൽ ഫ്ലോട്ടിംഗ് ആപ്സും UIയും ഒക്കെ കാണാൻ സാധിക്കും. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ഫീൽ, ഏറെക്കുറെ മെറ്റ പോലെ എന്ന് പറയുമ്പം അവിടെയും ലിമിറ്റേഷൻസ് ഉണ്ട്. മെറ്റ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണ്. ഇനിയിപ്പോൾ നമ്മൾ മുഖത്തിന് മുമ്പിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ റൂമിലേക്ക് ആരെങ്കിലും വന്നാൽ തന്നെ നമ്മുടെ കണ്ണ് അവർക്ക് അതിൻ്റെ ഡിസ്പ്ലേയിലൂടെ കാണാൻ പറ്റും. എന്ത് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ, മുഖത്തൊരു സാധനം വെച്ച് നമ്മൾ വ്യൂ മറയ്ക്കുന്നു എന്നുള്ളൊരു ഫീല് വരാതെ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റിൽ ആപ്പിൾ M2 ചിപ്പും അതുപോലെ R1 ചിപ്പുമാണ് റിയൽ ടൈം പ്രോസസ്സിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സ്പേഷ്യൽ ഓഡിയോയും ഇൻബിൽറ്റ് സ്പീക്കേഴ്സിൽ വരുന്നുണ്ട്. 2 മണിക്കൂറാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. പക്ഷേ അത് എക്സ്റ്റേണൽ ബാറ്ററിയാണ് കേട്ടോ, മാഗ്നറ്റിക്കലി കണക്ട് ചെയ്യുന്ന ഒരു വയർ വഴിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ മുഖത്ത് വെക്കുമ്പോഴത്തേക്ക് ആ ബാറ്ററിയുടെ വെയിറ്റ് നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല. പകരം നമുക്കത് പോക്കറ്റിലിട്ടിട്ട് മാഗ്നറ്റിക്കലി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അതൊരു വളരെ മികച്ച ഡിസൈൻ ചോയ്സ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ പ്രോഡക്റ്റ് അടുത്ത വർഷത്തേക്ക് നോക്കിയാൽ മതി കേട്ടോ, അപ്പോഴാണ് റിലീസ്. ഇപ്പോൾ ജസ്റ്റ് $3499 പ്രൈസിങ് വരുന്നത്. അടുത്തതായി വിഷൻ പ്രോ റൺ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി വേറൊരു സോഫ്റ്റ്വെയറിലാണ്. കംപ്ലീറ്റ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് VisionOS എന്നാണ് ഇവർ ഇതിനെ നെയിം ചെയ്തിരിക്കുന്നത്. അതായത് ഐഫോൺ, ഐപാഡ്, macOS എന്നിങ്ങനെയുള്ള OSകളുടെ എല്ലാം ഒരു കോർ ഡാറ്റ എടുത്തിട്ട് അതിലേക്ക് കുറെ കൂടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കുറെ കൂടെ ഫംഗ്ഷനാലിറ്റീസ് ആഡ് ചെയ്ത് ആണ് ഈ ഒരു VisionOS പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ തേർഡ് പാർട്ടി ആപ്സ് വളരെ കുറച്ച് മാത്രമേ തൽക്കാലം സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ ഇറങ്ങുന്ന സമയത്തേക്ക് കുറെ അധികം ആപ്പുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആപ്പിൾ ഡെവലപ്പർ കിറ്റ് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ആപ്പിളിന്റെ അത്യാവശ്യം വേണ്ട എല്ലാ നേറ്റീവ് ആപ്സും ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ macOSലും ഐപാഡിലും ഒക്കെ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഫോണുമായിട്ട് ഇത് സിങ്ക് ആകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു മേജർ ആസ്പെക്ട്. അത് മാത്രമല്ല ഇത് ഉപയോഗിച്ച് നമുക്ക് സ്ക്രീൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ മാക് യൂസർ ആണെങ്കിൽ മാക്കിന്റെ സ്ക്രീൻ നമുക്ക് നമ്മുടെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിച്ച് നമ്മുടെ റിയാലിറ്റിയിലേക്ക് ഒരു വലിയ സ്ക്രീനാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഈ പ്രോഡക്റ്റിന്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കണ്ണിനും 4K റെസൊല്യൂഷൻ ക്വാളിറ്റി കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസ്പ്ലേ രൂപീകരിച്ച് അതിന്റെ മുമ്പിൽ ഒരു ലെൻസ് പ്ലേസ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ അധികം നാളുകൾക്ക് ശേഷം ആപ്പിൾ ഒരു കില്ലാടി അനൗൺസ്മെന്റുമായിട്ട് വന്നിട്ടോ. എനിക്ക് ഇന്നലെ ഇവന്റ് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അടുത്തതായി Macbook Air 15 ഇഞ്ച്. അതെ, 13 ഇഞ്ചിൽ നിന്ന് 15 ഇഞ്ച് വെർഷനിലേക്ക് ഇറക്കിയിരിക്കുകയാണ് Macbook Air. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ലാപ്ടോപ്പ് എന്നാണ് ആപ്പിൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പറയുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അതുപോലത്തെ പെർഫോമൻസും അതുപോലത്തെ ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റീസും എല്ലാം ഉള്ള ഒരു കിടിലൻ ലാപ്ടോപ്പ് തന്നെയാണ് Macbook Air. അതുകൂടാതെ കമ്പനി അവകാശപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും തിന്നസ്റ്റ് ലാപ്ടോപ്പ് എന്നാണ്. അത് മാത്രമല്ല പല പ്രോഡക്റ്റുകൾ ഇറക്കിയപ്പോഴും വേൾഡിലെ ബെസ്റ്റാണെന്ന് അവർ പറയുന്നുണ്ട്. എന്തായാലും സംഭവം ബാക്കി ലാപ്ടോപ്പുകളെ അപേക്ഷിച്ച് കൂടുതൽ ബാറ്ററി ലൈഫും പിന്നെ പ്രൊഡക്ടിവിറ്റിയും ആയിരിക്കും നൽകുക. 500 nits ബ്രൈറ്റ്നസും 1080p റെസൊല്യൂഷനും എല്ലാം കൂടി $1300 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ആൻഡ് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ആപ്പിൾ സ്റ്റോറൊക്കെ വന്ന സ്ഥിതിക്ക് ഇന്ത്യയിലും സെയിം ലോഞ്ച് ഡേറ്റ് തന്നെ ആവാനാണ് ചാൻസ്. പിന്നെ പറയാനുള്ളത് മാക് സ്റ്റുഡിയോ ആൻഡ് മാക് പ്രോ. കുറേ അധികം ആൾക്കാർ, അതായത് വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, ഓഡിയോ ഫീൽഡിലും വീഡിയോ ഫീൽഡിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഇവരെല്ലാം കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു മാക് സ്റ്റുഡിയോ അല്ലെങ്കിൽ മാക് പ്രോ. അപ്പോൾ പുതിയ ഡെസ്ക്ടോപ്പ് ഡിവൈസ് ആപ്പിൾ അനൗൺസ് ചെയ്തപ്പോൾ കൂടെ പുതിയ ചിപ്സെറ്റ് ആയ M2 അൾട്രാ ചിപ്പും കൂടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആപ്പിൾ പുറത്തുവിട്ട റെൻഡർ പ്രകാരം കാഴ്ചയിൽ ഇത് ശരിക്കും വലിയൊരു പ്രോസസ്സറാണ് കേട്ടോ. അതായത് 2 M2 പ്രോ ചിപ്പ് ഫ്യൂഷൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ ഒരു M2 അൾട്രാ ചിപ്പ്. 24 കോർ CPUവും 70 കോർ GPU ആണ് ഇതിൽ വരുന്നത്. കോറ് കേട്ടിട്ട് തന്നെ കണ്ടു നിറഞ്ഞു പോകുന്നത്. മാക് സ്റ്റുഡിയോയിൽ 2 വേരിയൻസ് ആണ് വരുന്നത്. ഒന്നിൽ M2 മാക്സും വേറൊന്നിൽ M2 അൾട്രയും. എന്നാൽ മാക് പ്രോയിൽ M2 അൾട്ര മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ മാക് സ്റ്റുഡിയോയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് $2000. കൂടാതെ മാക് സ്റ്റുഡിയോയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് $2000 ആണെങ്കിൽ മാക് പ്രോയുടെ സ്റ്റാർട്ടിംഗ് വരുന്നത് $7000. ടിപ്പിക്കൽ ആപ്പിൾ. അപ്പോൾ ഇത്രയും ഡിവൈസുകളുടെ അനൗൺസ്മെന്റോടുകൂടി ആപ്പിളിന്റെ എല്ലാ കമ്പ്യൂട്ടർ ഡിവൈസുകളും സിലിക്കോൺ ചിപ്സെറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് നേരത്തെ ഇന്റലിലായിരുന്നു കുറച്ച് ഡിവൈസുകൾ സിലിക്കോണിലായിരുന്നു. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഡിവൈസുകളുടെ അനൗൺസ്മെന്റോടുകൂടി ആപ്പിൾ ഫുള്ളി സിലിക്കോൺ ട്രാൻസിഷനിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് നേരത്തെ ഇന്റൽ ബേസ്ഡ് പ്രോസസ്സറുള്ള പല പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ആപ്പിളിന്റെ സിലിക്കോൺ ചിപ്സെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് എല്ലാം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നുള്ളത് iOS 17 ആണ്. ഇതിലേക്ക് വരുമ്പോൾ ആദ്യം പറയാനുള്ളത്
ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ നെക്സ്റ്റ് സ്റ്റെപ്പിനെ പറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ ഫോൺ ഹൊറിസോണ്ടലി വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല എലഗന്റ് ക്ലോക്ക് വരും. ക്ലോക്ക് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷനും കൂടി ഡിസ്പ്ലേ ആവുന്നുണ്ടാവും. അത് ഒരു യൂസ് കേസിലേക്ക് കൊണ്ടുവരികയാണ് ആപ്പിൾ ചെയ്തത്. അതായത് ഒരു ഡെസ്ക് ക്ലോക്ക് എന്ന രീതിയിൽ കുറെ കൂടെ ഇൻഫർമേഷൻസ് ഗ്ലാൻസ് ചെയ്യാവുന്ന രീതിയിൽ അത് വർക്കാവും. അപ്പോൾ ഇതുകൊണ്ട് ആപ്പിൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ പോലും ഐഫോൺ കൊണ്ട് ആളുകൾക്ക് യൂസ് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ആപ്പിൾ ഇങ്ങനെ പല ഫീച്ചേഴ്സ് പയ്യെ ഡ്രോപ്പ് ചെയ്യും, ആൾക്കാരെല്ലാം അതിലേക്ക് യൂസ്ഡ് ആവും. എന്തായാലും ഇനി ഇത് കണ്ട് പുറകെ ഒരുപാട് ഡിവൈസുകൾ കോപ്പി അടിച്ച് വരും കേട്ടോ. പിന്നെ സിറിയെ വേക്ക് ചെയ്യാൻ ഹേയ് സിറി എന്നുള്ള ആ ഒരു കീവേഡ് വേണ്ട കേട്ടോ. ഹേ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു, സിറി എന്ന് വിളിച്ചാൽ മതി. ഇപ്പം നമ്മുടെ ഡിവൈസുകളെല്ലാം വേക്ക് ആവും. അതുപോലെ കോൺടാക്ട് പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി സംഗതി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം. ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻസ് ഉണ്ടല്ലോ ആപ്പിളിന്റെ, അത് നേരെ കോൺടാക്ട് പോസ്റ്റേഴ്സിലേക്ക് വന്നു. അതായത് കോൾ സ്ക്രീൻ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ അതുകൂടാതെ OS 17 അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ കസ്റ്റമൈസ്ഡ് ലോക്ക് സ്ക്രീൻ ഉണ്ടാവും കേട്ടോ. ഐഫോണിലെ പോലെ തന്നെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസ് ചെയ്യാം, വാൾപേപ്പേഴ്സും ക്ലോക്കും സാധനങ്ങളൊക്കെ. അതുകൂടാതെ സൈഡിൽ വിഡ്ജറ്റ്സ് പ്ലേസ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ സ്പേസ് കൂടി ഉണ്ട്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ചേഞ്ചസ് ആണ് ഇതിൽ വരുത്തിയിരിക്കുന്നത്. പിന്നെ അറ്റ്ലാസ്റ്റ് ഐപാഡിൽ ഇനി മുതൽ ഹെൽത്ത് ആപ്പും വരുന്നുണ്ട്. അപ്പോൾ ഐഫോണിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ട് ഹെൽത്ത് ഡാറ്റ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് OS 10 ആണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വിഡ്ജറ്റ്സ്, എന്നാൽ ജസ്റ്റ് വിഡ്ജറ്റ്സ് മാത്രമല്ല കേട്ടോ, ഭയങ്കര കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ, നമുക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻസ് തരാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് ക്രൗൺ തിരിക്കുമ്പോൾ തന്നെ എല്ലാ ഇൻഫോയും വരും. പിന്നെ കുറച്ച് പുതിയതായിട്ട് വാച്ച് ഫേസസും, അതിൽ കുറച്ച് കാർട്ടൂൺ ബേസ്ഡ് വാച്ച് ഫേസസ് ഒക്കെ വന്നു. പക്ഷേ എനിക്ക് വലിയ തൃപ്തി തോന്നിയില്ല. നോട്ട് അപ് ടു ആപ്പിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് വേണേൽ പറയാം. പക്ഷേ അവരെന്തൊക്കെയോ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എക്സസൈസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മുതൽ നിങ്ങൾക്ക് ആപ്പിൾ TV ഉപയോഗിച്ച് ഫേസ് ടൈം ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഐഫോൺ മാത്രം മതി, വെബ് ക്യാം ഒന്നും വേണ്ട. ആൻഡ്രോയിഡ് കോപ്പി അടിക്കരുത്, നാണക്കേട. അടുത്തതായി MacOS Sonoma. എന്ന പേരല്ലേ സൊനോമ. പുതിയ MacOS ആയ സൊനോമയിൽ വിഡ്ജറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഹോം സ്ക്രീനിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. അതായത് നമുക്ക് എപ്പോഴും നമുക്ക് വേണ്ട വിഡ്ജറ്റ്സിൻ്റെ ഇൻഫർമേഷൻ ഒരു ഗ്ലാൻസ് അവിടെ അറിയാൻ സാധിക്കും. ഇപ്പോൾ MacOSലെ മാത്രമല്ല ഐഫോണുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആണ്. നമ്മുടെ കാർ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ എത്ര ചാർജ് ഉണ്ട്, എത്ര മൈൽ ഓടാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽസ് നമുക്ക് മാക്കിൻ്റെ ഡെസ്ക്ടോപ്പിലും കാണാൻ സാധിക്കും. ഡെസ്ക്ടോപ്പ് എക്സ്പീരിയൻസിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ടെന്നും പറയാം. പക്ഷെ അവർ അതിൻ്റേതായിട്ടുള്ള ഒരു ഒപ്പാസിറ്റി കുറച്ച്, എന്ന് വെച്ചാൽ നമ്മളൊരു മെയിൻ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ഒപ്പാസിറ്റി കുറയുന്നു, അതുമല്ല നമ്മുടെ വാൾപേപ്പറിൻ്റെ കളറുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഡെസ്ക്ടോപ്പ് ക്ലട്ടേർഡ് ആയിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട് കേട്ടോ. മേ ബി യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശീലമാകുമായിരിക്കാം. ജസ്റ്റ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇനി മുതൽ സഫാരിയിൽ വരുന്ന വെബ് ആപ്പ് ഒക്കെ നമുക്ക് ഡോക്കിൽ പിൻ ചെയ്തിടാം. ഇപ്പം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ഒരു ആപ്പിൻ്റെ ഫീല് കിട്ടും. പക്ഷേ അത് വെബ് ബേസ്ഡ് ആപ്പ് ആയിരിക്കും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഗെയിം മോഡ്. ഇത് എനേബിൾ ചെയ്യുന്നത് വഴി CPU GPUവിൻ്റെ പെർഫോമൻസ് മാക്സ് ഔട്ട് ചെയ്തിട്ട് ഓഡിയോ ലേറ്റൻസി മാക്സിമം കുറയ്ക്കും. യുവർ ഡിവൈസ് ഈസ് ഫൈനലി റെഡി ഫോർ ഗെയിമിംഗ്. കുറേ ആർക്കേഡ് ഗെയിംസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് കുറേ കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിൽസ് ഒക്കെ മാക്ബുക്കിലേക്ക് വരാൻ തുടങ്ങിയത്. അപ്പോൾ മാക്ബുക്ക് സിലിക്കോൺ പ്രോസസ്സേഴ്സിൻ്റെ പവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് ഗെയിംസ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവൻറ്റിൽ ഡെത്ത് സ്ട്രാൻഡഡിൻ്റെ ഗെയിം പ്ലേ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ ഗെയിംസ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഗെയിം കളിക്കുമ്പോൾ നോച്ചും കൂടെ കളിക്കും. അത് പിന്നെ വേറൊരു കാര്യം. ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ വർഷത്തെ ഇവൻറ്റ് കുറച്ചും കൂടി ഫീച്ചർ പാക്ഡ് ആയിരുന്നു എന്ന് നമുക്ക് വേണേൽ എടുത്ത് പറയാം. പ്രത്യേകിച്ച് വിഷൻ പ്രോയുടെ അനൗൺസ്മെൻ്റ് ആയിരുന്നു ഈ ഇവൻറ്റിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ കുറേ അധികം നാളുകൾക്ക് ശേഷം ഒരു കിഡിലൻ ബ്രേക്ക് ത്രൂ ആയിട്ട് ആപ്പിൾ തിരിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കാര്യം ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. യൂട്യൂബേ. അപ്പോൾ മറ്റൊരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.